ഒരു കമൻറ്റിൽ നമ്മളുടെ ഡയറ്റ് പ്ലാനിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നമുക്കങ്ങനെ പ്രത്യേകിച്ചൊരു ഡയറ്റ് പ്ലാനൊന്നുമില്ല. അതായത് നമ്മളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഈ ഇത്തരത്തിലുള്ള ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ, വെജിറ്റബിൾസ് മാത്രമേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രമേ എൻ്റെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണം, കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്താണ് അത് കഴിക്കും. അവിടെ ഈ കഴിക്കുന്ന ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആരാണ് കഴിക്കുന്നത് അതിനാണ്. ഇപ്പം ഞാൻ ഭക്ഷണം കഴിക്കുമ്പം എനിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ എനിക്കാണ്. ഞാൻ എങ്ങനെ അതിനെ കഴിക്കുന്നു, എത്രത്തോളം ഞാനതിനെ ഫീൽ ചെയ്തിട്ട് റെസ്പെക്റ്റോട് കൂടിയാണ് കഴിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഞാൻ എത്രത്തോളം സ്വസ്ഥമായിട്ട്, കൂടുതൽ ചിന്തയിലൊന്നും പെടാതെ സ്വസ്ഥമായിട്ട് കംപ്ലീറ്റ്ലി ആ ഒരു അവയർനെസ്സിൽ കഴിക്കുമ്പോൾ മാത്രമേ എന്ത് കഴിച്ചാലും അതിൽ നിന്നുള്ള നല്ല ന്യൂട്രിയൻസും അത് നമ്മളുടെ ശരീരത്തിന് അനുകൂലമായി പ്രവർത്തിക്കുകയുള്ളൂ. അത് ഞാൻ മുൻപും പറഞ്ഞതാണ്. കഴിക്കുന്ന ഭക്ഷണത്തിനല്ല പ്രാധാന്യം, കഴിക്കുന്ന വ്യക്തിക്കാണ്. നമ്മൾ ഏത് അവസ്ഥയിലാണ്, ഏത് മാനസിക അവസ്ഥയിലാണ് ഇരുന്ന് കഴിക്കുന്നത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. നമ്മൾ ഒരുപാട് സ്ട്രെസ്സോടുകൂടിയും അസ്വസ്ഥമായിട്ടും പലരോടുള്ള ദേഷ്യമൊക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അത് എത്ര പോഷക സമൃദ്ധമായ ഭക്ഷണമായി കഴിഞ്ഞാലും അത് കഴിച്ചത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അതിനേക്കാൾ കൂടുതൽ അത് വിഷമായിട്ട് മാറുക ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ അവയർനെസ്സോട് കൂടി ഭക്ഷണം കഴിക്കണം. അതായത് ഒന്നാമത് ആ ഭക്ഷണം കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാരണം, അതായത് വിശപ്പ്. ആ വിശപ്പ് എന്ന് പറഞ്ഞ സിഗ്നലിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അതായത് വിശപ്പ് വരുമ്പോൾ തന്നെ കഴിക്കാൻ തുടങ്ങും. അല്ലാതെ മറ്റു ജോലിയുടെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളുടെ പേരിലോ നമ്മൾ ആ ഒരു സിഗ്നലിനെ അവോയ്ഡ് ചെയ്തിട്ട് പിന്നെ കഴിക്കാന്നുള്ള ഭാഗത്തേക്ക് പോകാതെ എപ്പോഴാണ് ശരീരം ആവശ്യപ്പെടുന്നത് അപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുക. കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കൂടുതൽ സ്വസ്ഥമായിരുന്ന് സാവധാനം സമയമെടുത്ത് കഴിക്കുക, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് നിങ്ങൾക്കറിയാലോ, ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഓക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ കൂടുതലും ഈ ജങ്ക് ഫുഡ്, അതായത് ഹോട്ടലിലെ ഫുഡൊക്കെ നമ്മൾ കഴിവതും ഒഴിവാക്കാറുണ്ട്. കാരണം അതിലൊക്കെ ഒരുപാട് കെമിക്കൽസ് നമുക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം അത് കഴിക്കുമ്പോൾ തന്നെ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് അല്ല, അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ശരീരം ഒരു മോശമായ രീതിയിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. ആ അത്തരത്തിലുള്ള